നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ബിബി സാർ എന്ത് ചെയ്യും? ജൂലിയ പോകുന്നതിനിടയിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ ആദ്യ കയ്യിൽ നിന്ന് മോനു. അങ്ങനെ 2 മാസത്തെ ദീർഘ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും പോവാണ് ഡൽഹിക്ക്. അപ്പോൾ ആദ്യമായിട്ടാണ് കൊറോണയ്ക്ക് ശേഷം ഇത്ര കാലം നമ്മൾ നാട്ടിൽ നിൽക്കുന്നത്. കറക്റ്റ് ഇന്നൊക്കെ 2 മാസമായി ഞാൻ നാട്ടിൽ വന്നിട്ട്. ഓക്കെ, അപ്പോൾ ചെറിയ ഇടങ്ങേറുണ്ട് പോകുമ്പോൾ. കാരണം ഇങ്ങനെ നാട്ടിൽ ഇങ്ങനെ നിൽക്കില്ല. ഞാൻ പറഞ്ഞില്ല പല വകനി അതിനെ കുറിച്ചാണ്. ഇപ്പൊ ഇൻഷാല്ലാ ഇപ്പൊ ഇന്റർവ്യൂവിനാണ് കഴിഞ്ഞിട്ട് നമ്മള് ഇപ്പൊ കോഴിക്കോട് എയർപോർട്ടിലാണ് പോകുന്നത്. ഓക്കെ, നമ്മളെ കൊണ്ടേക്കാൻ നിഷാനും പാക്കുട്ടിയുണ്ട്. അപ്പൊ ആദ്യ വഴിയിൽ നിന്ന് മോനും നമ്മളിപ്പം കൂടി നമ്മൾ നേരെ കോഴിക്കോട് എയർപോർട്ടിലേക്കാണ്. ഓക്കെ, വന്നപ്പോ 11 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മളെ നാട്ടിൽ നിന്ന്, അതായത് കാളികാവിൽ നിന്ന് സഞ്ചരിച്ച് 11 കിലോമീറ്ററുള്ള വണ്ടൂരിലെത്തി. അപ്പൊ നമ്മൾ പുതിയൊരു സുഹൃത്ത് നമ്മളെ യാത്രയിൽ ജോയിൻ ചെയ്തു, മിസ്റ്റർ പൊന്നു ഫവാസ്. എവിടെ പോണേ? എവിടേക്കും പോവാ. മാഷ് പറ, 2 വാക്ക് സംസാരിക്കും. ലൈഫ് പൊന്നു പെണ്ണ് ഡൽഹിക്ക് പോവാ, എന്നിട്ട് പിന്നെ അവിടുന്ന് തീരുമാനിച്ച എവിടേക്ക് പോകണം. നമ്മള് പെണ്ണിട്ടില്ല, അവിടെ നിക്കാണ്ടോ പോടാ അവിടുന്ന്. അല്ലെ പ്രശ്നമുണ്ട്. ബാംഗ്ലൂര് പോകുന്നതിനിടയിൽ ചായ കുടിക്കാൻ വേണ്ടിട്ട് കടയിൽ കയറാൻ നമ്മൾ വണ്ടി ഇവിടെ ഉണ്ട്. സിജുവിന്റെ വണ്ടിയാണ്. നമ്മൾ മറ്റൊരു ഫ്രണ്ട് എന്താണ് ബൂസ്റ്റ് വിത്തൗട്ട് ബൂസ്റ്റ് അത് ഓർക്ക് ഇങ്ങനെ കിട്ടായിട്ട് നല്ല കയറുണ്ട്. കിളിക്കൂടിൽ എന്തെങ്കിലും മുട്ടത് കിളിമുട്ട ഇതായതെന്താ എനിക്കൊരു പരിപ്പ് ഗ്യാസടോ കാകർമാതിരങ്ങി ഓർലിച്ച് ആ കാടമുട്ടം ഒക്കെ തന്താരേ ഞാൻ ഓർലിച്ച ഒരാള് പരിപ്പടം കണ്ടി നമ്മ ദൂക്കാന് ചെരുപ്പുണ്ടോ? ചെരുപ്പുണ്ട്, തൂക്കാണ്ടാണ്. തൂക്കാനിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. 8606524326. നല്ല അടിപൊളി ചെരുപ്പുണ്ട്. ബർക്കിൻ സ്റ്റോക്കിന്റെ ഡൂബ്ലിയാണ് പക്ഷെ നല്ലേക്കുന്നത്. ഡൂബ്ലിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കച്ചവടം ഏതെങ്കിലും കച്ചവടക്കാരെ ഉണ്ടെങ്കിൽ എണ്ണക്കടികളൊക്കെ ആരോഗ്യത്തിന് ഹാനികരമാണ്. സത്യം കഴിക്കാൻ പാടില്ല. സംഭവം വെച്ച് കഴിഞ്ഞാല് മധുരമില്ലാത്ത ഓർലിക്സ് ആരോഗ്യം നോക്കുന്നുണ്ട്. ഇത് കഴിക്കാനും പാടില്ല. ഓക്കെ, നമ്മള് ചായ കൂടിയൊക്കെ കഴിച്ച് ആദ്യം വണ്ടി എത്തി. നമ്മള് ഈ ഫ്രണ്ട് സീറ്റേ പോലെന്നാ പോവാം. അവിടെ പോണ്ടി വരും. അക്ടർ നമ്മളെ പലവകന്റെ വീഡിയോ പോയി കണ്ടോളിട്ടോ. നല്ല എന്റർടൈൻമെന്റ് പരിപാടികളാണ്. എല്ലാ ദിവസവും വൈകുന്നേരം വരും. ഓക്കെ, 6:48 നമ്മൾ നേരത്തെ ഇറങ്ങിയത് നന്നായി. നോക്കി ബ്ലോക്ക് നോക്കി, മോങ്ങൻ സൈഡെത്തി വരും ബ്ലോക്ക്. സത്യത്തില് ഡൽഹി മാത്രം തന്നെ കേട്ടോ, ഇവിടെയൊക്കെ ബ്ലോക്ക് തന്നെയാണ്. ഡൽഹിയിൽ പിന്നെ ക്ലൈമറ്റിന്റെ ചെറിയ പ്രശ്നങ്ങൾ. നാട്ടിൽ മഴ പോകുമ്പോ അങ്ങനത്തെ അല്ലേ, നല്ല റോഡുകളില്ല നമുക്ക്, അതാണ് വിഷയം. അങ്ങനെ നമ്മള് എയർപോർട്ടിൽ എത്താനായി.
അപ്പോൾ എയർപോർട്ടിൻ്റെ അവിടെ എത്തുമ്പോൾ നല്ല ബട്ടർ ബൺ കിട്ടും. വാവ്, ഒരു കൊട്ടോൺ കോർക്ക് അത് തരൂല. കൊടുക്കണം, അല്ലെങ്കിൽ ഫുൾ കൊടുക്കും. എയർപോർട്ടിലെത്തി. അതെ, അവിടെ അല്ലേ നാളെ പോയത് അമ്മോ? അവിടെയാണോ? അങ്ങനെ നമ്മൾ എയർപോർട്ടിന്റെ അകത്തേക്ക് കിടക്കുവാണ്. അങ്ങനെ നമ്മൾ നേരെ എൻട്രി ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. ചെക്കിങ് പരിപാടികൾ കഴിഞ്ഞു. ചെക്കിങ് അല്ല, കയറി ഇതിനുള്ളിൽ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ടിക്കറ്റ് സെലക്ട് ചെയ്യാം. ചെക്കിൻ എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ കറക്റ്റ് നമ്മളെ PNR നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടും. ഓക്കെ, അപ്പോൾ എനിക്ക് 11A വേണം സീറ്റ്. കുറെ കാലം ഫ്ലൈറ്റിൽ പോകും. അപ്പൊ 11A വേണം. അത് മനസ്സിലാകുന്ന ആൾക്കാർക്ക് മനസ്സിലാവും 11A പ്രത്യേകത എന്താന്നുള്ളത്. അപ്പൊ നമ്മൾ നേരെ ചെക്കിൻ അവിടുന്ന് ഫിസിക്കലി അവിടുന്ന് പോലെ ഇരുന്ന് ചെയ്യിപ്പിക്കണത് 11A ചോദിച്ചിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യും, പോവാം. ഓക്കെ, അപ്പൊ നമ്മള് VIP ലോഞ്ചിനുള്ള പരിപാടി ഉണ്ട്. VIP ലോഞ്ച് ഉണ്ട്. പക്ഷെ ലോഞ്ച് ബാംഗ്ലൂരിലാണ് ടോപ്പ്. അപ്പൊ ബാംഗ്ലൂരിൽ യൂസ് ചെയ്യാം. അപ്പൊ നമ്മള് നേരെ ചെക്കിങ്ങിന് പോട്ടെ. അപ്പൊ നമ്മൾ പോണത് എയർ ഇന്ത്യ എക്സ്പ്രസിനാണ്. ഈ വണ്ടി നേരെ ആദ്യം ബാംഗ്ലൂർ പോകും. ബാംഗ്ലൂരിന് പിന്നെ നേരെ ഡൽഹി. ഓക്കെ, നാളെ രാവിലെ ഡൽഹി എത്താം. കണക്ഷനാണ്. 9 മണിക്കാണ് ഫ്ലൈറ്റ്. നമ്മൾ ചെക്കിൻ ചെയ്യാത്തത്. ഓക്കെ, അപ്പൊ നമ്മള് ലഗേജ് കുറച്ച് കൂടുതലുണ്ടായിട്ട് നമ്മൾ നേരെ ഈ പ്രോസസ് തന്നെ സ്വീകരിച്ചു. ഓക്കെ, പക്ഷെ അത് കണക്ഷൻ ആയതുകൊണ്ട് നേരെ ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹി, ഇത് രണ്ടും കിട്ടി. നമ്മൾ നേരെ ഇവിടുന്ന് ഫിനിഷ്ഡ്. അങ്ങനെ ബോർഡിംഗ് പാസ് കിട്ടി. ഇനി നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറാണ്. സംഭവം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ടിക്കറ്റ് 7 കിലോനുള്ളൂ. 9 കിലോ ഉണ്ട്. കുഴപ്പമില്ല, നമ്മുടെ ഡ്രസ്സൊക്കെ പാടെന്ത് ചെയ്യും, സെക്കൻഡ് ലെയർ ആയി കൊടുക്കും. അപ്പൊ ലഗേജ് 1.5 കിലോ കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്തു, നേരെ ടീഷർട്ട് എടുത്തു, ഞാൻ പാന്റ് ഇതിന്റെ മേലിടും. ഓനോട് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. സർട്ടിഫിക്കറ്റ് ആണ് കയ്യിലുള്ളത്. അപ്പൊ നോക്കട്ടെ എത്ര ഉണ്ടാവും നോക്കട്ടെ. ഇതിന്റെ മേലെ കൂടെ ലഗേജ് സൺസ്ക്രീൻ ഒക്കെ തേക്കണം. സംഭവം ഫ്ലൈറ്റിലാണ് പോണത്. ഇതെന്തിനറിയോ, അഥവാ ഫ്ലൈറ്റും തലമുത്തിന്റെ വിൽക്കാതൊക്കെ അതൊക്കെ വീട് കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ പോണ പേടിയാണ്. അപ്പൊ ലഗേജ് എന്തായാലും ഒരു കിലോ ഞാൻ എന്റെ മേത്താക്കി. ഈ പവർ ബാങ്ക്, മൈക്ക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പോക്കറ്റിലാക്കി കഴിഞ്ഞാൽ 7 കിലോ. നേരെ എന്ത് ചെയ്യും, ചെക്കിൻ കിട്ടുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഈ ലഗേജ് ഇതൊക്കെ എന്ത് ചെയ്യും, ഞാൻ വീണ്ടും ഫ്ലൈറ്റ് കയറിന് മുന്നൊക്കെ ബാഗിലേക്ക് ആവും. അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ഇങ്ങനെ കയറും. എത്ര വർഷം ഞങ്ങൾ ഇന്ത്യൻ റെയിൽവേയിൽ പോയി തുടങ്ങിയ ആൾക്കാരാണ്. ഇപ്പോഴല്ലേ ഫ്ലൈറ്റ് പോലെ. നമ്മള് ലഗേജ് കുറച്ച് നമ്മളെ മേത്ത് കയറ്റിക്കണേ. ഇനി എത്ര കിലോ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ എന്തോ മീറ്റിംഗ് നടന്നു കൊടുക്കണ്ട. പഠിച്ചോനെ കുറഞ്ഞാ മതിയായിരുന്നു. ബാഗ് ഇപ്പൊ ഒരു 5-6 കിലോ നേക്ക്. അയ്യവാ 4 കിലോ നോക്കടാ. 5 കിലോ. 5 കിലോ ഇതെന്താ എടുത്താ ഇതെന്താ തെറ്റിക്കണല്ലോ. ഇത് പൂജ ആക്കി. 5:35. എന്താ മാറാത്ത? ഇത് കേടുന്നില്ല. അത് കേറിട്ടോ. എന്റെ കറക്റ്റ് എത്തരാം. ഒന്നുകൂടി ഇത് വെച്ചാ നല്ല ഇന്ത്യ ബാഗ് മെല്ലെ ഒക്കെ ക്യാമറ ഉണ്ട്. 5:35. ഇത് നോക്കുമ്പോ അത് സെപ്പറേറ്റ് 5:35 മാത്രം വെക്കുമ്പോ 2 കിലോ. 7.5 കിലോ. എന്നാലും കുഴപ്പമില്ല. നമ്മളൊരു 2.5 കിലോന്റെ പാന്റ് എടുത്ത് ചെയ്യാം. പാന്റും
ടീഷർട്ടും പിന്നെ പവർ ബാങ്ക് വാങ്ങിയപ്പോ ഇതായി. അപ്പൊ ഞാൻ എന്തായാലും ഉള്ളിൽ കയറാണ്, വിഷയങ്ങൾ ഉണ്ടാവില്ല വിചാരിക്കാം. ഓക്കെ, ഇതിന്റെ 4000 രൂപ ഫൈൻ കൊടുക്കണം ഇതിന്റെ ഉള്ളില്. ഡൊമസ്റ്റിക് ചില സമയത്ത് ഇങ്ങനെ വിഷയം ഉണ്ടാവില്ല, നമ്മൾ കാരണം ഡൽഹിയിൽ നിന്ന് സ്ഥിരമായിട്ട് വരുന്നല്ലേ. ഷിബിൽ പറഞ്ഞു ചില ഫ്ലൈറ്റിന് ചിലതല്ലേ പറഞ്ഞപ്പോ ഒരു പേടി. എന്തായാലും ഉള്ളിൽ കയറി വെക്കാം, നമ്മൾ നേരത്തെ എത്തിയോണ്ട് കുഴപ്പമില്ല. അപ്പൊ കറക്റ്റ് 7:35 കേട്ടോ, കയറ്റി വിടും വിചാരിക്കും. ഇത് 7:35. അന്റെ എത്രയാണ്? 8:15. ഇപ്പൊ ഞാൻ ഒരു പാന്റും പിന്നെ പവർ ബാങ്ക് അങ്ങനത്തെ സാധനം കയ്യിലിട്ടാണ്ട് ഇതാണ് ഗെയിം, ഇങ്ങനെ പോകും. അപ്പൊ ഞാൻ ഒരു പാന്റും കൂടി എടുത്തിടാം, ഒരു ഷർട്ടും കൂടി ഇട്ട് കഴിഞ്ഞാല് ഞാൻ ചോദിക്കാ നിങ്ങൾ പോലെ അല്ലേ. അപ്പൊ നമ്മളിങ്ങനെ പോകണ്ടോ. ബോർഡിംഗ് പാസ് കിട്ടി, ഈ ബാക്കി ചെക്കപ്പ് കാര്യങ്ങളെ. അപ്പൊ ഈ മെയിൻ ചെക്കപ്പ് ഇടണ്ട്, അതിന് വേണ്ടിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ കറക്റ്റ് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്തു. 7 ഗ്രാം ഇതിലെന്തരോ ഇതിൽ നമ്മൾ ഇവിടെ ഉള്ള സ്റ്റാഫിന് നമ്മൾ വെറുതെ ചെയ്ത് തരേണ്ട കാര്യമില്ല. ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്തു, ലഗേജുകൾ ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ ഒരു ഇതിൽ വെച്ചു, ബാക്കി കാര്യങ്ങളൊക്കെ ഇനി വെച്ചിട്ട് നമ്മൾ നേരെ ഉള്ളിൽ കയറുന്നത്. അങ്ങനെ നമ്മളെ ബോർഡിങ് കഴിഞ്ഞു. 2.5 കിലോ ഡ്രസ്സാണ് ഇട്ട് നിൽക്കുന്നത്. ഒപ്പം പവർ ബാങ്ക്, അത് ഇത് സകല സാധനങ്ങളും പോക്കറ്റിലാണ്. അതായത് ഒരു ടീഷർട്ട് അതിന്റെ മുകളിൽ വെച്ച് ഞാൻ അങ്ങനെ ഡ്രസ്സ് ഇടാത്ത ആളാണ്. അപ്പൊ ഇനി ബോർഡിങ് തുടങ്ങാനായിക്കണം, നേരെ അങ്ങോട്ട് പോവാ. ഓക്കെ, ഈ ഫ്ലൈറ്റിന് ഇവന് 4800 രൂപയൊക്കെ ടിക്കറ്റ് ഇട്ടിരിക്കണതേ, എനിക്ക് 5500 സംതിങ്ങിന്. നമ്മളത് നേരെ എന്ത് ചെയ്യാ, നേരെ ഇവിടുന്ന് ബാംഗ്ലൂര്, പിന്നെ ബാംഗ്ലൂരിന്ന് പിന്നെ നേരെ ഡൽഹി, അങ്ങനെ കണക്ഷൻ. ഇവർക്ക് മധ്യപ്രദേശും കിട്ടിക്കണേ 500 രൂപയ്ക്ക് മധ്യപ്രദേശ്. സംഭവം വെച്ചാല് അർജന്റ് ആവശ്യത്തിനൊക്കെ പോകണേ പോടും. നമ്മള് ഫ്ലൈറ്റ് നമ്പർ ആക്കണേ 6ാമത്തെ ഗേറ്റ്. അങ്ങനെ നമ്മളെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ്. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മള് നേരെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നേരെ കയറി. അതിൽ ഈ 60 സീനാണ് ഈ കാണിച്ചത് കാര്യമില്ല. അപ്പൊ അതിനാണ് പൗരിക്കത് തീർന്നു കഴിഞ്ഞാൽ ഫോണൊന്നും ബാക്കിയിട്ടാവില്ലല്ലോ. അതൊന്നൊക്കെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമ്മൾ വിളിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ സമയം 8:50. ഓക്കെ, ഇങ്ങനെ ബാംഗ്ലൂർ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. ഓക്കെ, ഫ്ലൈറ്റിന് ഫോഗൊക്കെ വരുമ്പോഴേക്ക് ഫോഗൊക്കെ കൂടുതലാണ്. പേടിച്ചാന്നല്ലോ, സാധാ മറ്റേ ഇതിന്റെ ആണ്, എസിന്റെ സാധനങ്ങളാണ്. കോഴിക്കോട് എയർപോർട്ടിനോട് വിട പറഞ്ഞ് പോവാണ് നമ്മള്. 9 മണിക്ക് എടുക്കേണ്ട ഫ്ലൈറ്റ് ആണ്, 9:13 ആയിട്ടോ. അപ്പൊ ഇനി നമ്മൾ നേരെ ഇങ്ങനെ ടേക്ക് ഓഫിന് വേണ്ടിട്ട് ഒരുങ്ങാണ്. എന്തായാലും ബിസ്മിയിൽ പോവാണ്. സീറ്റ് പടച്ചോനെ കാറ്റേ. ഇപ്പൊ ഞാൻ ഈ നിൽക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. സിമ്പിൾ. स्टार्ट ही रनिंग लेके आ रहा है। जो मकान पे इंडियन प्लेट लगी हुई है और इधर में फ्लाइट इज टेक ऑफ नाइट ऑफ टेक ऑफ वीरो टेक है और क्या ഇങ്ങനെ പോയി കണ്ടാണ് കിടക്കിടാറുണ്ട് വീണത്. അപ്പോ ഫ്ലൈറ്റ് ഒരു നിലക്ക് ഇങ്ങനെ മേലക്ക് പൊന്തി. പക്ഷെ നമ്മൾ ഇരിക്കണ എങ്ങനെയായി, നമ്മളിവിടെ ഉള്ള സീറ്റിലെ ആൾക്കാരൊക്കെ അപ്പുറത്തും കൊണ്ടാക്കി നമ്മളിവിടെ ഉറങ്ങിപ്പോവും. അതായത് സ്ലീപ്പർ ഇതിന്റെ ബിസിനസ് ക്ലാസ്സിന്റെ പൈസ ആയി. തലവേദന എടുക്കണ്ട്, പിന്നെ കാണാം കേട്ടോ. കുറച്ച് തത്തവർ പറഞ്ഞ അങ്ങനെ 9:52 ബാംഗ്ലൂർ നമ്മൾ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവാടോ. ബാംഗ്ലൂർ സിറ്റിയാണ് കാണുന്നത്, അധികം കാണില്ല. നമ്മളിപ്പോൾ ലാൻഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മൾ മെല്ലെ ലാൻഡ് ചെയ്തു. ഓക്കെ, സൗണ്ട്
അപ്പൊ നമ്മളെ ബസ് ഇവിടെ ഇറങ്ങി, ബസ് ബാക്കിലാക്കണേ. ഇനി നമ്മള് നേരെ ഡൊമസ്റ്റിക് അറൈവൽസ്. ഇനി നമുക്ക് ഇവിടുന്ന് വീണ്ടും ഇത് ചെയ്യാണ്ട് എന്തിനു പറയാം, ട്രാൻസിറ്റ്. ഓക്കെ, വണ്ടി ഇവിടെ ഉണ്ട്. അതായത് ഞാൻ കണ്ടില്ല, ഇവിടെ ഇന്ത്യയിൽ ഇപ്പൊ ഏറ്റവും നല്ലൊരു എയർപോർട്ട്, കിട്ടില്ല എയർപോർട്ട് ബാംഗ്ലൂരിന് കേട്ടോ. ലോഞ്ച് യൂസ് ചെയ്യുകയാണെങ്കിലും ഒക്കെ. അതിന് ലോഞ്ചിന്റെ വീഡിയോ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും. എന്തായാലും പോയോക്കെ, ഞാൻ അവിടെ എത്തിയിട്ട് ഇങ്ങനെ കാണാം. അപ്പോ ഡൊമസ്റ്റിക് ട്രാൻസ്ഫേഴ്സ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഫ്ലൈറ്റ് നേരെ ഉള്ളത് കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഇനി നമുക്ക് നേരെ ഇവിടുന്ന് ഈ ഒരു എസ്കലേറ്റർ വഴി എസ്കലേറ്റർ വഴി നമുക്ക് നേരെ ഇനി മുകളിലേക്ക് പോകാണ്ട്. നിങ്ങളെവിടെ, നാട്ടിലെവിടെ? മലപ്പുറം യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യണേ? ഷോപ്പ് മെൻസൂർ. ഹലോ. അപ്പൊ ഇനി നമ്മള് നേരെ ഇവിടുന്ന് അടുത്ത, അതായത് കണക്ഷൻ പ്ലേറ്റ് ആയതുകൊണ്ടേ ഒരു ഫ്ലൈറ്റ് കൂടി ഇവിടുന്ന് ഉണ്ടാവും. നേരെ എന്ത് ചെയ്യണം, T2 ട്രാൻസ്ഫറിൽ പോയിട്ട് വീണ്ടും ചെക്ക് ഇൻ ചെയ്താണ്ട് അവിടെ നേരെ ഒന്നെങ്കിൽ ലോഞ്ചിലോ എവിടെയെങ്കിലൊക്കെ ഭക്ഷണം കഴിച്ചിരിക്കുക, പോയി വെക്കുക. ഇത് നമ്മൾ വീണ്ടും ഇവിടുന്ന് ട്രാൻസ്ഫർ. ഓക്കെ, ഡൊമസ്റ്റിക് ട്രാൻസ്ഫർ T2. അപ്പോ ഇതാണ് ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട്, കെമ്പഗൌഡ. ഒരു കാലത്ത് ആ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്ത് ഞാൻ വർക്ക് ചെയ്തിരുന്നു. ഞാൻ മുഖത്തോട് നോക്കി പറഞ്ഞുതരാം. അതായത് ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ 2014 ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസമല്ല, ജോലി ആവശ്യാർത്ഥം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പളുപ്പിന്റെ കഥയൊക്കെ പറഞ്ഞില്ലേ, അത് ഈ എയർപോർട്ടിൽ നിന്നാണ്. ഓക്കെ, അപ്പോ അതിനെ കുറിച്ച് നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒന്നുകൂടി സെറ്റപ്പ് ഒക്കെ ആയിട്ട് വന്ന് സംസാരിക്കുന്നുണ്ട്. ഇപ്പോ എയർപോർട്ടിനെ കുറിച്ച് പറയാം. നൈസ് എയർപോർട്ട് കേട്ടോ. നമ്മള് കോഴിക്കോടൊക്കെ എങ്ങനെയാവാ, കോഴിക്കോടോ കൊച്ചിയോ കേരളത്തിലെ ഏതെങ്കിലും എയർപോർട്ട് ഇങ്ങനെ ആവോ? ആവുമായിരിക്കും അല്ലേ. എന്തായാലും ഫവാസ് ബാക്കിൽ വരുന്നുണ്ട്, ഓന് കാത്തുക്കാണ്. അപ്പോ ഫവാസിനെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടി. വില പൂനേക്കാണ്, നിങ്ങളൊപ്പാണ്. അടിപൊളി സെറ്റപ്പ് ഉണ്ടോ, ഒരു ഇന്റർനാഷണൽ വൈബ് ഉണ്ട്. അപ്പോ ഫവാസിന് ചുറ്റും ഫ്ലൈറ്റ് നേരെ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂർ ഞങ്ങൾ ഒരുമിച്ച് വന്നു. ഇനി ഇവിടുന്ന് നേരെ ഓൽക്കുള്ളത് ഇൻഡോറിന്ന് പിന്നെ ഡൽഹിക്കാണ്. നമുക്ക് ഇനി ഇവിടെ നേരെ ഡൽഹിക്കാണ്, നേരത്തെ പറഞ്ഞില്ലേ. അപ്പോ ഇനി ഇതിനുള്ളിലേക്ക് വീണ്ടും ചെക്കിങ്ങിന് കയറാണ്. ഓക്കെ, ലഗേജ് ഒക്കെ കൊടുത്താണ്ട് ലഗേജുകളൊക്കെ എടുത്തു. ഇതിങ്ങനെ ധൈര്യത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ വെച്ചതിന് ശേഷം ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് പോകാം, കാരണം ഇങ്ങനെയാണ് മിസ്സാവാറുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഇതിങ്ങനെ വെച്ചു, നമ്മൾ നേരെ ചെക്കിന് കയറണം. അപ്പോൾ നമ്മളെ പരിപാടികൾ കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണമല്ലോ, എയർപോർട്ടിൽ കയറി കഴിഞ്ഞാൽ ഇതുണ്ട്, ഈ ബോർഡിംഗ് പാസിൽ ഉണ്ടാവും നമ്മളെ അറിയാത്ത ആൾക്കാരോടാണ്. ഇതുണ്ട് ഈ നമ്പർ ഫ്ലൈറ്റിൻ്റെ നമ്പർ കാണാത്ത ഈ നമ്പർ ഇതിലുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് ചെക്ക് ചെയ്യാം. ഓക്കെ, ചിലത് കാണൂല. അപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ ഫ്ലൈറ്റ് എപ്പോഴാണ് 3:50 3:50 ബോർഡിംഗ് ആണ്. അത് 7 സംതിങ്ങിനാണ് ഡൽഹി എത്തുക. അപ്പോൾ IX 111.6 എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ്. ഇതിങ്ങനെ നോക്കി കാണാൻ പറ്റും. ഓക്കെ, ഞാൻ നോക്കട്ടെ കേട്ടോ. ഞാൻ അതിൻ്റെ മുന്നേ ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, ഞാൻ കനം കുറക്കാൻ വേണ്ടിയിട്ട് മേത്ത് കയറ്റിയതാണ്. അപ്പോൾ അതൊരു 2.5-3 കിലോ ഉണ്ട്. ഇതൊക്കെ വീണ്ടും ബാഗ് തന്നെ എടുത്തേ, അല്ലെങ്കിൽ ആകെ മൂഞ്ചു. കാരണം സിമ്പിളായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ സിമ്പിൾ ഡ്രസ്സുകളാണ് നല്ലത്. ട്രൗസറോ പിന്നെ ഇതുണ്ടോ, ഇതിനുള്ളിലൊരു ടീഷർട്ട് അത് കയറ്റിയിരിക്കണം. ഇതൊക്കെ ഞാൻ അയച്ചുകൊണ്ട് ബാത്റൂം കയറി അയച്ചുകൊണ്ട് സെറ്റാക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ലോഞ്ചിൽ പോവാം. ലോഞ്ചിൽ പോയിട്ടുള്ള കാഴ്ചകൾ കാണാം. ലോഞ്ച് ആക്സസ് നമ്മളടുത്ത് ഉണ്ട്, ഒരു 3-4 കാർഡ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ കഴിഞ്ഞാൽ അതിൽ ബാലൻസ് ഇല്ലത് നോക്കട്ടെ. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ മൂഞ്ചും ചെയ്യും. പൈസ കൊടുത്തിട്ട് അവിടെ നിന്ന് കഴിക്കൂല, കാരണം
2000 3000 അതിൻ്റെ ഇത് വരാം. മറ്റേ നിവൃത്തി കിടുമ്പോൾ ഉപയോഗിക്കാന്നല്ലാതെ നിവൃത്തി കടാതെ നിവൃത്തി ഇട്ട് കഴിഞ്ഞാൽ 2000 3000 പോകും. എയർപോർട്ട് നല്ല സെറ്റപ്പാണ്. എനിക്ക് മനസ്സിലായിപ്പോൾ ഞാൻ മനസ്സിലായി. ആ ഒരു കോർണറിലാണ് ഇതില്ല ഞാനിത് വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് എയർപോർട്ടിൽ കയറുന്ന ആൾക്കാരോടാണ് ഇതേപോലത്തെ കുറേ ബോർഡുകളുണ്ടാവും നമ്മളെ ട്രെയിൻ ഫ്ലൈറ്റ് ടൈമിങ് ഗേറ്റ് സാധനങ്ങളൊക്കെ അതൊക്കെ നോക്കി വെച്ചുകൊണ്ടിട്ടോ. ഇതിലൊക്കെ നടക്കുമ്പോൾ തന്നെ ഒരു മാൾ പോയ സെറ്റപ്പ്, നല്ല വൃത്തി. എന്തൊരു വാഷ്റൂം ഉണ്ട്, ബേബി കെയർ റൂമുണ്ട്. അപ്പോൾ നമുക്ക് നേരം ചെയ്യാം. നമ്മൾ വാഷ്റൂം പോയതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും കേട്ടോ. ഇതേപോലൊക്കെ ഒരു ദിവസം പോയത് നമ്മൾ വെക്കണം. പിന്നെ ബാത്റൂം പോയിക്കൊണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യട്ടെ. ഈ ബാത്റൂമിലൊക്കെ വൃത്തി വെച്ചിങ്ങനെ കടന്നുറങ്ങണം. അതായത് ചെറിയ എയർപോർട്ടൊക്കെ പോയി കഴിഞ്ഞാണല്ലോ പട്ടച്ചോനെ അങ്ങനെ ചട്ടക്കും. എയർപോർട്ടൊക്കെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റും. അങ്ങനെ ഇത്രയും പൈസ കൊടുത്തിട്ട് നമ്മൾ പോകണതല്ലേ. അപ്പോൾ അതിന് ഇനി എയർപോർട്ട് മാത്രമല്ല, നമ്മൾ ഏത് ട്രെയിനിലാണെങ്കിലും നമ്മൾ ഏത് റെയിൽവേൻ്റെ അവസ്ഥയാണ്. കുറ്റം പറയല്ല, നമുക്ക് കിട്ടേണ്ട കുറേ നമ്മൾ വേറെ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ അത് മനസ്സിലാവുമല്ലോ. നമ്മൾ ടാക്സ് എടുത്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ എന്തെങ്കിലും ഇതൊന്ന് ചേഞ്ച് ചെയ്തിട്ടോ. നമ്മളെ ഈ 2.5 കിലോൻ്റെ ഡ്രസ്സും സകല സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് പാക്കിങ് ഡ്രസ്സൊക്കെ ബാക്കി കഴിക്കട്ടെ. ഓക്കെ, ഈ ബാത്റൂം തന്നെ വിളി ഇതുണ്ട്. ഇന്നെടുത്ത് ഇതിട്ട് പാക്ക് നമ്മളെ ബോയിലറിൻ്റെ വീഡിയോയും കാണിച്ചിട്ടുണ്ട്. കക്കൂസ് കരവളവ് കാണിച്ചത് തന്നെ. ഇത് നമ്മളെ ബാത്റൂമിൻ്റെ ക്ലോസറ്റില്ലേ, ഇത് കറക്റ്റ് കാണിച്ചതാണ്. ഇതാണ്. അപ്പോൾ അവിടെ ഉള്ള വേസ്റ്റും കാര്യങ്ങളും നമ്മൾ തുടങ്ങാവില്ല, മനസ്സിലാവും. അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇതുണ്ടാവും കേട്ടോ, നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ പോകുന്നപ്പോൾ നല്ലൊരു സാധനം കണ്ടിട്ട് ഞാൻ കാണിച്ചുതരാം. അതായത് ഡിസൈനൊക്കെ നല്ല രസമുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പരസ്യമാണ്. മൊണാലിസ് ഉണ്ട്. മൊണാലിസിനെ കണ്ടല്ലേ. മൊണാലിസ ചിരിക്കുകയാണോ കരയുകയാണോ ഇപ്പോഴും ലോകം തിരിച്ചറിഞ്ഞിട്ടില്ല. ഒരുപാട് ആർട്ടിസ്റ്റിക് പെയിൻറ്റിങ്സ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ടല്ലേ ഈ പെയിൻറ്റിങ്സൊക്കെ. ഇനി ഞാൻ കാണിച്ചു തരാറുന്ന സാധനം ഇതല്ല. ഇത് നിങ്ങൾ മൾട്ടി ഫെയ്ത്ത് പ്രയർ റൂം, ഹിന്ദുവിനും മുസ്ലിമാനും ക്രിസ്ത്യനും മുസ്ലിം ഇവിടെ ഉണ്ട്. അവനാൻ്റെ രീതിയിൽ അവനാണ് നിസ്കരിക്കാം. ഓക്കെ, നമ്മളെ പരിപാടിയും കഴിച്ചിട്ട് കാണാം കേട്ടോ. നമ്മളെ ഷൂ കാര്യങ്ങളൊക്കെ സുരക്ഷിതമായിട്ട് ഇവിടെ വെക്കുക. ഈ ലഗേജ് ഒക്കെ ഇപ്പം അവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ലഗേജ് എപ്പോഴും ഇങ്ങനത്തെ സ്ഥലത്ത് വെക്കുമ്പോൾ നോക്കുക. കാരണം എന്താ പറയുക, നമ്മൾ എയർപോർട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനാണെങ്കിൽ സ്ഥലത്തൊക്കെ ഭയങ്കര പല രീതിയിലുള്ള ആൾക്കാരാവും. പല ഉമ്മാൻ്റെ മക്കളാണ് അല്ലേ, പല വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരല്ല. എന്തെങ്കിലും പേരിട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചെക്കിങ് കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടും. എയർപോർട്ടിൽ നിന്നൊക്കെ ആരെന്ത് വാങ്ങുകയാണെങ്കിലും, അതായത് എന്ത് തരികയാണെങ്കിലും അതൊന്ന്, അതായത് ചിലപ്പോൾ കിലോ കൂടുതലായിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് അങ്ങനെ പെട്ടു പറഞ്ഞില്ലേ, ഞാനൊരാളോട് ചോദിച്ചു. ആൾക്കാർ പേടിച്ച് നോക്കി തന്നെ കോഴിക്കോട് നിന്ന് എയർപോർട്ടിൽ കയറിയ പോയി. അല്ലെങ്കിൽ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, ഇതൊന്ന് കയ്യിൽ നോക്കി. അത് ഹെൽപ്പിങ്ങിന് ചോദിച്ചാണ്. പക്ഷേ ഓലെ തയ്യാറാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഓലെ പോസ്റ്റ് ചെയ്യൂല. ഓലെ ഒറ്റയടിക്ക് പോലെ മറുപടിയിൽ നിന്ന് കിട്ടും. നമുക്ക് എന്തോ ഒരു വർത്തമാനം മാറ്റിയപ്പോൾ നമുക്ക് മനസ്സിലായി അവർക്ക് താല്പര്യമില്ല എന്നല്ലേ. അത് കാരണം അറിയോ, ഹെൽപ്പിങ് ചെയ്യാനുള്ള പൂതില്ലാത്തതുകൊണ്ടല്ല, പേടിയാണ് ആൾക്കാർക്ക്. അപ്പോൾ ഒരിക്കലും ഇവിടുന്ന് വാങ്ങരുത്. നന്മയുള്ള എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ ഇതൊന്ന് കഴിച്ചിടുന്നിട്ട് ഇപ്പോൾ കാണാം കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഏരിയ കേട്ടോ. ഓരോരുത്തർ കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാറില്ല. പേപ്പേഴ്സുണ്ട്, നല്ല വേസ്റ്റ് ബിന്നുണ്ട് അവിടെ. ഓക്കെ, അവിടെ ഇട്ട് പോകാൻ വേഗം അവിടെ വെച്ച് പോകരുത്. വേഗം എടുത്തിട്ട് നമ്മൾ നേരെ ചെയ്യാം. ഞാൻ സ്കെച്ച് അറിയിച്ചല്ലോ കേട്ടോ. അതൊക്കെ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരാനാണ്. ഓക്കെ, ഞാൻ സ്കെച്ചാറില്ലെങ്കിലും നഫ്സ് എന്നാണ് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇഞ്ച് പഠിച്ചോ. അതായത് ഞാൻ ഒറ്റക്കാണല്ലേ, അങ്ങനെ ഓരോരുത്തർ ഒറ്റക്കാണ്. അപ്പോൾ എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ, തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, പിന്നെ നമ്മൾ ലോഞ്ചിലേക്കൊന്ന് പോയി നോക്കാം. നമ്മൾ ഏതൊക്കെ കാർഡുകളാണ് വർക്ക് ചെയ്യുന്നുള്ളൂ. ലോഞ്ചിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് മാറിയതാണ് കുറച്ച് മുന്നേ. അതായത് ഒരു 2-3 വട്ടം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് അവിടെയാണ്, പക്ഷെ ഇപ്പോൾ അവിടെ അല്ലാതെ
ഇതിന്റെ മുകളിലാണ്. എന്തായാലും പോയി നോക്കാം. ചിലപ്പോൾ അങ്ങനെ വെറുതെ പോക്കാവും. കാരണം ഒരു വർഷത്തിൽ നമുക്ക് 2 പ്രാവശ്യമോ അങ്ങനത്തെ ആണ് ഇത് യൂസ് ചെയ്യാൻ പറ്റാതെ തോന്നുന്നുണ്ട്. അതിൻ്റെ അടുത്ത് ഒരു കാർഡ് എനിക്ക് എൻ്റെ പാസ്വേഡ് അറിയില്ല, ഞാനത് മറന്നു. എന്തായാലും പോയി നോക്കാം. ഇതാണ് ലോഞ്ചിൻ്റെ എൻട്രൻസ് കേട്ടോ. എന്തായാലും പോയി നോക്കാം. അപ്പോൾ നമ്മൾ ലോഞ്ച് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ വാട്ട്സ് ദ ടൈം ഓഫ് മൈ ആക്ച്വലി 3 hours റൈറ്റ് ബിഫ്റ്റ്. യാ, സോ 3 മണിക്കൂർ മുന്നാണല്ലോ നമുക്കിവിടെ കയറാൻ പറ്റുക. അപ്പോൾ എൻ്റെ 2 കാർഡ് എന്ത് ചെയ്തു ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കയറാം. പക്ഷെ നല്ല ഭക്ഷണം ഉണ്ട്, അവിടെ പോയി നോക്കി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബോർഡിംഗ് പാസ് കൊണ്ട് അതായത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ബിബി സാർ എന്ത് ചെയ്യും? സോ താങ്ക് യു. അപ്പോൾ അവർ 2 ഇതിൻ്റെ ക്വാർട്ടർലി 2 ഓപ്ഷനാണ് ഇതിമുണ്ടാകും. അതിൽ ബിവറേജസ് സാധനങ്ങളിവിടെ ഉണ്ട്, പെയ്ഡാണ്. ഡ്രിങ്ക്സ് കഴിക്കാനുണ്ട്. അപ്പോൾ നമ്മളത് വേണ്ട, നമ്മൾ നേരെ അവിടെ ഫുഡിൻ്റെ ഏരിയക്ക് പോകും. ബാംഗ്ലൂർ എയർപോർട്ടിൽ എല്ലാ ലോഞ്ചും കിറ്റിൽ ലോഞ്ച് കേട്ടോ. അത് ഞാൻ എന്ത് ചെയ്യാം, ഫുഡ് കഴിക്കാനതിൻ്റെ മുന്നേ ഇവിടുത്തെ ലോഞ്ചിൻ്റെ സെറ്റപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടുത്തെ ഈ ഹട്ടുകളിലുണ്ടല്ലോ ഒരു സീറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഫുഡ് കഴിച്ച് വരുമ്പോൾ ഇതൊന്ന് പോവാം. ഇതേപോലത്തെ സെമി സ്ലീപ്പർ പരിപാടിയാണ്. അപ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, സെറ്റപ്പാണ്. ഓക്കെ, അപ്പോൾ ഇനി ഫുഡ് കാര്യങ്ങൾ കാണിച്ചു തരാം. ഇത് മിഡ് നൈറ്റ് സ്നാക്സ് ഐറ്റംസ് ആണ്. അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ അവിടെ ഡിന്നർ ഉണ്ട്. ഡിന്നർ കിഡിലും ഫുഡ് ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. വാഷ്റൂമിൽ ഫുഡിൻ്റെ ഏരിയ ഉണ്ടോടി. ഇതൊക്കെ കഴിക്കും. ഇന്ന് കൊളസ്ട്രോൾ കൂടിയാലും കുഴപ്പമില്ല. നല്ല അടിപൊളി ഐറ്റംസ്. വായി വെള്ളം മുറന്നു. ക്വാണ്ടിറ്റി എഴുതി വെച്ചിട്ടുണ്ടോ? വാട്ടർ മെലൺ. ഇങ്ങനെ വന്നിട്ട് കോഫി ഐറ്റംസ്, ഇങ്ങനെ ജ്യൂസ്, കോഫി, ഇതൊക്കെ ഫ്രീ ആണ്. കുറേ 2 റുപ്യൊക്കെ ഉണ്ടോ. അതായത് നമ്മൾ എയർപോർട്ട് ലോഞ്ചുള്ള കാർഡുകൾ ആക്സസ് ചെയ്തെടുക്കുക. നിങ്ങളെ കാർഡുകളൊക്കെ എന്ത് ചെയ്യുക, ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ ഇൻ്റർനാഷണൽ കാർഡാക്കുക. ഓക്കെ, പിന്നെ ഇങ്ങനെ വന്നിട്ട് നല്ല ഹെവി ഐറ്റംസ് ഉണ്ട്. ചിക്കന്, മട്ടന്, ഒക്കെ. What's that? That area? What? That area? Live area, right? My counter is there. Okay. Can you talk in English? In video? No, in blog. I'm asking. It's okay. Good. So they are cleaning right now. So I can take this, right? What is the plate exactly? Plates? Yeah. Here. Waiting staff. Okay, thank you. അപ്പോൾ ഇനി നമ്മൾ നേരെ നല്ലൊരു സീറ്റ് ഇവിടെ ഇരിപ്പിടെ ഉറപ്പിക്കുന്നു. ഭക്ഷണം ഓരോന്നോരോന്നായി കഴിക്കുന്നു. മരച്ചോട്ടിൽ നിന്ന് കഴിക്കാം. ഓക്കെ, നമ്മൾ ബാഗ് ഇവിടെ സുരക്ഷിതമാക്കി. അപ്പോൾ നമ്മളെ വീഡിയോഗ്രാഫർ, വാട്ട്സ് യുവർ നെയിം? My name is Juliet. ജൂലിയ. Yes. ജൂലിയാണ് നമ്മളെ വീഡിയോഗ്രാഫർ. വാട്ട്സ് ദിസ്? This is roti and paratha. It's called lecha paratha, right? Yes. It's lecha paratha. Yeah, paratha, yes. Okay. On this side you have live counter. Yeah, I heard about that. So you can come here if you don't mind. This is chicken, right? Yes, chicken wings. Chicken? Chicken wings. You can show me. Only 2 pieces enough, right? And what's this? This one also is chicken, sir. Chicken tikka. Yeah, chicken tikka, masala chicken. Yeah. എല്ലാത്തൊന്നും സിമ്പിൾ പീസുകൾ എടുക്കുന്നു. And what's this? This one is fish. This fish, right? Yes. Okay.
Name of fish? What the name of this fish? I'm not sure. This one's correct. Soy gulochan. It's like What is this? this one is ketchup. Tomato ketchup, yeah. Okay, you can come here, kill. So Julia is my photographer here. Thank you. Thank you. Okay. Juice and chocolate juice. Can you hold this? What is? Paisam. Buy some rice, spicy. Paisam. What is? It's made from coconut. These all coconuts. Yeah. It's mango baked yogurt. Maybe today my stomach will be full. We have here soup, veg What? and veg. What's that? This one is breadsticks. And these are sauces, right? This one is soup, yes. Sauce. Right. This one is chicken. Chicken. Veg, yeah. Okay. So you can show this. So this is the dinner of us today, and thank you. We can cut the വെള്ളം നീട്ടി പിടിക്കുക വെള്ളമാണ്. അപ്പോൾ നല്ല ഫുഡ്, നല്ല സ്മെല്ലുണ്ട് ഈ സോസൊക്കെ. സോസല്ല, സൂപ്പ്. അപ്പോൾ ഇങ്ങനെ കഴിച്ച് തുടങ്ങേണ്ട ഒരു ഭാഗത്ത്. ഓക്കെ, ഓരോന്നും ഇങ്ങനെ കൊണ്ടുവരിക, കഴിക്കുക. കഴിഞ്ഞു. അപ്പോൾ നമ്മളെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഇവിടെ എത്തിട്ടോ. ഞാൻ സൗണ്ട് കുറച്ച് പറയണത് ഇവിടെ അവിടെ രണ്ടാൾക്കാർ ഉറങ്ങുന്നുണ്ട്. ഇപ്പം ഞാൻ നിൽക്കണ ഈ എയർപോർട്ടിൽ എനിക്കൊരു പേഴ്സണൽ കഥ ഉണ്ട് ഇവിടെ. 2014 ഞാൻ പഠിക്കാൻ പോയിട്ടില്ല. കാരണം എന്താ പറയുക, എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട്. വീട്ടിൽ പൈസ ഉണ്ടായില്ല, എനിക്ക് മാർക്കുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കൊല്ലം ഞാൻ പണിക്ക് പോയി കണ്ട് മമ്പാട് കോളേജിൽ ജോയിൻ ചെയ്തു. ഒരു കോളേജിൽ ജോയിൻ ചെയ്തിരുന്നു, പക്ഷേ ഫീസ് അടക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് നിർത്തി. പിന്നെയാണ് മമ്പാട് കോളേജ് ജോയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ്, പിന്നെ ഞാൻ ഒരു ഫെലോഷിപ്പ് ചെയ്തു. ഇപ്പം ഞാൻ ഇരിക്കുന്നത് എയർപോർട്ടിലെ VIP ലോഞ്ചിലാണ്. ഓക്കെ, സ്ഥലം കണ്ടെങ്കിൽ മനസ്സിലാണ്ടാവും. ബാംഗ്ലൂർ എയർപോർട്ടിൽ VIP ലോഞ്ചിൽ ഇങ്ങനത്തെ 3 ചെയർ അതിലുള്ളത്. അതിലൊരു ചെയറിൽ ഞാൻ ഇരിക്കുന്നുണ്ട്. ഒരു അഹങ്കാരത്തിൻ്റെ സ്വരത്തിലാരും മനസ്സിലാക്കിയെടുത്തിട്ടോ. ഈ എയർപോർട്ടിൻ്റെ അപ്പുറത്ത്, അതായത് ഒരു 100 മീറ്റർ അപ്പുറത്ത് ഒരു കഫ്റ്റീരിയ ഉണ്ട്. ഈ ഡ്രൈവർമാരൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഏരിയ ഉണ്ടല്ലോ, അവിടെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന പണിയാണ് എനിക്ക് 2014. എന്തിനാരോ, പൈസ ഇല്ലാത്ത കാരണം കൊണ്ട് അടുത്ത വർഷം സ്കൂൾക്ക് പോകണം അല്ലെങ്കിൽ കോളേജിലേക്ക് പോകണം, സ്കൂളല്ല കോളേജിലേക്ക് പോകണം എന്ന് വിചാരിച്ചുകൊണ്ട് അന്ന് ഞാൻ എന്ത് ചെയ്തു, അങ്ങോട്ട് വന്ന് പണിയെടുത്തിരുന്നു. ഇന്നിപ്പോൾ 2025. ഇന്ന് ഞാനിപ്പോൾ ഈ നിൽക്കണതിനാരോ, ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി, നമ്പർ 1 യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു ഇൻ്റർവ്യൂ കൂടെ വിളിച്ചിട്ട് അതിന് പോവുകയാണ്. പടച്ചോൻ്റെ ആലോചിക്കുക നിങ്ങൾ. ഞാനിപ്പോൾ ഈ പോകാൻ പോണ യൂണിവേഴ്സിറ്റിയിലേക്ക് തന്നെ അന്ന് എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നു, അവിടെ കിട്ടാനുള്ള മാർക്കൊക്കെ ഉണ്ടായിരുന്നു ഡിഗ്രിക്ക്, PGക്കല്ല ഡിഗ്രിക്ക്. ആ സമയം അന്ന് എനിക്ക് ഈ പോണ പറയപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷന് ആപ്ലിക്കേഷൻ ഫോമിന് 1000 രൂപ വേണം. അന്ന് എൻ്റെ കയ്യിലില്ല. അങ്ങനെ മമ്പാട് കോളേജിൽ പോയി, അങ്ങനെതായി. ഇന്ന് അതേ യൂണിവേഴ്സിറ്റിയിൽ ഇന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് ഞാനിവിടെ കയറി. അതും ഞാൻ പണിയെടുത്തിന് എയർപോർട്ടിൽ ഞാൻ നിൽക്കുകയാണ് VIP ലോഞ്ചിൽ. അറിയുന്ന ആൾക്കാർക്ക് അറിയുണ്ടാവും. ഒക്കെ പടച്ചോൻ്റെ സാധനങ്ങളാണ്. എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സാമ്പത്തികപരമായിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ അതായത് പഠിക്കണം, ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കണം, കുറേ അക്കാദമിക്സ് ഉണ്ടാക്കണം എന്നുള്ളൊരു ലൈഫ് അല്ലെങ്കിൽ ആ ഒരു ചിന്തയുള്ള കുട്ടികൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ഒരിക്കലും തളർത്തരുത്. ഓരോ കഴിവ് മനസ്സിലാക്കിയിട്ട് ഓരോ സഹായിക്കുക. ഓല് ഇപ്പം ഞാൻ കുറേ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി. എൻ്റെ നാട്ടിലെ 1-2 ആൾക്കാർ എനിക്ക് പൈസ ഒക്കെ തന്നിരുന്നു. ഓരോ പേരുകൾ ഞാൻ പറയുന്നില്ല, ഓൽക്ക് ചിലപ്പോൾ ഇഷ്ടാവില്ല. ഓൽക്ക് കുടുങ്ങുന്ന സമയത്ത് കുറേ ആൾക്കാർ തരാത്തവരും ഉണ്ട്. പിന്നെ നമ്മളെ കയ്യിൽ പൈസയും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ആ പൈസകളൊക്കെ ഞാൻ തിരിച്ചു കൊടുത്തു. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്തൊക്കെ അങ്ങനത്തെ ആൾക്കാരുണ്ടോ, സാമ്പത്തികമായിട്ട് ഇല്ലാത്ത ആൾക്കാരുണ്ടോ നമുക്ക് തോന്നും നമുക്ക്. കാരണം അത് നമ്മൾ കംഫർട്ട് സോണിൽ ഇരിക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ തോന്നുന്നത്. നമ്മുടെ വീടിൻ്റെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതില്ലാത്ത കുറേ ആൾക്കാരുണ്ടാവും. പറ്റണ പോലെ സഹായിക്കുക. അതായത് ഓരോ കുട്ടികളെ കഴിവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പോഴത്തെ കുട്ടികൾ ഭയങ്കര പൂക്കീസാണ് അല്ലെങ്കിൽ 2K കിഡ്സാണ് എന്ന് കളിയാക്കാതെ ഓരോള്ളിലൊക്കെ ഭയങ്കര ഇപ്പം ഞാൻ 96 ആണ്. ഞാനും ഒരു 2000-ൽ ജനിച്ച കുട്ടിയും തമ്മിലുള്ള ഡിഫറൻസിലേറെ ഡിഫറൻസാണ് 2015-ൽ ജനിച്ച കുട്ടിയും 2020-ൽ ജനിച്ച കുട്ടിയും തമ്മിലുള്ള മാറ്റം. 2020-ലെ കുട്ടിക്ക് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് എന്ന സാധനം വലുതാക്കാരം. നമുക്ക് ഞാനൊക്കെ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നത് ഞങ്ങൾ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ്. അന്നാണത് വൈറലായിട്ട് വരുന്നത്. ഇന്നിപ്പോൾ അതായത് ആ സമയത്തിന് നമുക്കിപ്പോഴും നമ്മളെ പ്രായമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ടെക്നോളജി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ധാരണയുള്ള ആൾക്കാർക്ക് അറിയാത്ത ടെക്നിക്കുകൾ, ഫോട്ടോ എഡിറ്റിംഗ് ടൂളുകൾ പുതിയ കുട്ടികൾക്ക് അറിയും. ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുത്. ഓരോരുത്തരുടെ കഴിവനുസരിച്ച് സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരെ സഹായിക്കുക. ഞാൻ അധികം ഫിലോസഫി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ സമയം 12:30 ഫുഡൊക്കെ കഴിച്ചു. ഇനി നേരെ നമ്മൾ ഡൽഹിയിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇനി ഡൽഹി എത്തിയിട്ട് അടുത്ത വിഷയങ്ങൾ ഇതാക്കാം. അപ്പോൾ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഇൻ്റർവ്യൂ ആണ്. എല്ലാവരും പ്രാർത്ഥിക്കുക. ഓക്കെ, എന്തായാലും നമുക്ക് വൈചർഗാമിൻ്റെ കൂടെ ട്രാവൽ പോകണ്ടേ. പെട്ടെന്ന് പൈസ കൂട്ടിക്കൂടി നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യും, കമൻറ്റ് ചെയ്യും, ലൈക്ക് ചെയ്യും. ഓക്കെ.